C-section video part 2. അങ്ങനെ ലേബർ റൂമിൽ കയറ്റി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് വേദന വരാൻ തുടങ്ങി. അപ്പോഴാണ് ഡോക്ടർ എന്നോട് വന്നൊരു വലിയൊരു കോംപ്ലിക്കേഷനെ പറ്റി പറയുന്നത്. കുഞ്ഞിന്റെ പൊസിഷനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്, അത് കറക്റ്റ് സെഫാലിക് ആയാൽ മാത്രമേ നോർമൽ ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലാസ്റ്റ് നിമിഷം ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് അറിഞ്ഞപ്പോൾ ഞാൻ വല്ലാണ്ട് ടെൻഷനായി. അങ്ങനെ കുഞ്ഞിന്റെ പൊസിഷൻ സെഫാലിക് ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പ്രസവ വേദനയുടെ അതികഠിന വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മായിയാണ് ആലോചിച്ചത്. ഇത്രയും വേദന സഹിച്ചിട്ട് തന്നെയാണല്ലോ പടച്ചവനെ എൻ്റെ അമ്മായി എന്നെ പ്രസവിച്ചത്. ആ നിമിഷം മനസ്സിൽ പല ചിന്തകൾ കടന്നു വരും. പടച്ചവനെ എൻ്റെ അമ്മാർത്ത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടത് പൊരുത്തപ്പെട്ട് തരണേന്ന്. കാരണം നമ്മളൊരു അമ്മയാവുമ്പോൾ മാത്രമേ അവരനുഭവിച്ചിട്ടുള്ള വേദന നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഡോക്ടർമാർ അരമണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന്റെ പൊസിഷൻ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 7 മണിക്കൂറുകൾക്ക് ശേഷം കുഞ്ഞിന്റെ പൊസിഷനിൽ യാതൊരുവിധ ചേഞ്ചും ഉണ്ടായിരുന്നില്ല. നിന്റെ 7 മണിക്കൂർ ലേബർ പെയിൻ അനുഭവിച്ചതിന് ശേഷം ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു, ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല, അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ ദോഷമാണ്, അതുകൊണ്ട് നമുക്ക് C-section എന്നൊരു ഓപ്ഷൻ തെരഞ്ഞെടുത്തേ പറ്റൂ. എന്റെ വീട്ടുകാർക്ക് പോയി സംസാരിച്ച് ഹസ്ബൻഡിന്റെ സൈനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. ആദ്യം തന്നെ നമ്മളെ നടുവളച്ചൊരു ഇഞ്ചക്ഷൻ എടുക്കും. നടുവളച്ചുള്ള ഇഞ്ചക്ഷൻ എടുപ്പിന്റെ വേദന ഒരു C-section അമ്മമാർ മറക്കില്ല. കാരണം അത്രയും സൈസുള്ള ഒരു നീഡിലാണ് നമ്മുടെ നടുവിലേക്ക് കയറ്റുന്നത്. അനസ്തേഷ്യ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അറിയാവുന്നതല്ലാണ്ട് C-section ചെയ്യുമ്പോൾ നമുക്ക് വേദനയെ അറിയത്തില്ല, ആ നേരത്തേക്ക് മാത്രം. അങ്ങനെ 5-6 മിനിറ്റിന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, ദാലിമ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെന്ന്. ഞാൻ അനുഭവിച്ച വേദനകളും കാര്യങ്ങളും എല്ലാം എൻ്റെ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ ഞാൻ മറന്നു. 6 മണിക്കൂറുകൾക്ക് ശേഷം C-sectionന്റേതായിട്ടുള്ള വേദന ഞാൻ അറിയാൻ തുടങ്ങി. ഏതെല്ലാം തരത്തിലായിരുന്നു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ചെയ്തിട്ടുള്ള അമ്മമാർക്ക് എൻ്റെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണേ, കൂട്ടത്തിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.